ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഷുഗറും കൊളസ്ട്രോളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാന്നറിയില്ല ഷുഗറൊക്കെ വരുന്നത്. അപ്പോൾ മധുരം ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നില്ല. എനിക്ക് മധുരം എന്തോന്നറിയില്ല, എന്തോ ഒരു ഇത് കാരണം എനിക്ക് മധുരത്തിനോടൊരു വെറുപ്പായി. ഇപ്പോൾ ചായ ആണെങ്കിലും വലിയ മധുരമൊന്നും ഇടൂല, എന്നാലും എനിക്ക് മധുരത്തിനോടൊരു എന്തോന്നറിയില്ല, ഇതൊരു ഇത് വന്ന പോലെ. അപ്പോൾ കുറച്ച് മധുരം അങ്ങനെ ചവർപ്പിന് എനിക്ക് മധുരം ഇല്ലെങ്കിൽ ഞാൻ കുടിക്കും. അപ്പോൾ ചവർപ്പിന് വേണ്ടി കുറച്ച് ചേർത്തു. കട്ടൻ ചായ ഞാൻ ഒഴിവാക്കിയതായിരുന്നു, എല്ലാവരും ഒഴിവാക്കിയതായിരുന്നു. കട്ടൻ ചായ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കൊളസ്ട്രോള്, പിന്നെ ഇത് കുടൽപ്പുണ്ണ്, ഗ്യാസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് ചായ. ഇത് പറ്റാത്ത സാധനമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ടെൻഷൻ കണ്ടമാനം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനം. കള്ളുടിയന്മാർ കള്ളു ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കണം. ഇത് മാത്രമായിട്ട് എൻ്റെ ഭക്ഷണം. ഇനി രാത്രി ചിലപ്പോൾ ചോറിന് അല്ലെങ്കിൽ തിന്നൂല, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. ഇപ്പം എന്തായാലും പാകത്തെ തടിയായിട്ട് വന്നിട്ടുണ്ട്. മാക്സി നേരിടുമ്മ കേട്ടോ കേട്ടോ. അമ്മ നീട്ട് കുത്തിരിക്കുക. അമ്മേൻ്റെ മുടി കണ്ടില്ലേ, മുടി കണ്ടോ, ഇതുണ്ടോ, ഒക്കെ ഞാൻ വെട്ടിക്കൊടുത്താട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച എനിക്കുള്ള പണിയുന്നത് മുടി കണ്ട് മറ്റേ ഇങ്ങനെ പൊന്തി നിന്നേന്നു. അപ്പോൾ അതൊക്കെ വെട്ടി. ശ്രീലക്ഷ്മി ഭയങ്കര പഠനത്തിലാണ്. ക്രിസ്മസ് അല്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഫോണ് കിട്ടിയാൽ പിന്നെ അത് നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ക്രിസ്മസ് ആയതും കൊണ്ടും ക്രിസ്മസിൻ്റെ പരീക്ഷ ആയതും കൊണ്ടും കൂടിയാണ്. പഠിക്കേണ്ട നേരത്ത് പഠിക്കണം, അപ്പോൾ അതിനാണ്ട് വിട്ടു കൊടുത്തേക്കാണ്. ഇപ്പോൾ വൈകുന്നേരം ഫോണ് കൊടുക്കലില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടാത്തതിൻ്റെ കാരണം. അപ്പം ഇനി ക്രിസ്മസ് പരീക്ഷ കഴിയോളം ഇനി അധികേറും വീഡിയോ ഉണ്ടാവില്ല, കാരണം പരീക്ഷേൻ്റെ അത് കാരണമാണ്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാഞ്ഞാൽ പറ്റൂല. അടുത്ത ഞായറാഴ്ച റിവിഷനാണ്. എല്ലാ ബുക്കുകളും റിവിഷൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പരീക്ഷ അല്ലേ, എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ തടിയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞപ്പോൾ തന്നെ കുറേ സമാധാനമുണ്ട്. കുറേ അസുഖങ്ങളിൽ നിന്ന് തന്നെ കുറേ മോചനം കിട്ടി. ഒന്ന് മനസ്സമാധാനം കാര്യങ്ങളൊക്കെ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെറുത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞ് ആ കെട്ട് നൂരാതെ കിടക്കുന്നത് ഉണ്ടാവും വേറെ തിരക്കിൽ. ഒന്നഴിയുമ്പോഴേക്ക് അടുത്ത കെട്ടുണ്ടാവും. അതിങ്ങനെ കുരുങ്ങി എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മളെ മാനസികപരമായിട്ട് തളർത്താൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അത് അങ്ങനെ പോണുണ്ട്, അതതിൻ്റെ വഴിക്ക് പോണുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് രാവിലെ നീട്ടൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. നേരത്തെ നീട്ട് കഴിഞ്ഞാൽ എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചന്ദനത്തിരി അതെല്ലാവരും മുന്നിലും, അത് മരിച്ചു പോയ അച്ഛൻ്റെ ആണെങ്കിലും ദൈവങ്ങളുടെ മുന്നിലാണെങ്കിലും ഞാൻ തിരി കത്തിക്കുന്ന സ്വഭാവമുണ്ട്. അതെപ്പോഴും തിരി കത്തിച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടെങ്കിൽ. എനിക്കറിയില്ല, എന്തോ എൻ്റെ മനസ്സിന് അതൊരു സമാധാനമായിരിക്കാം. അപ്പം അങ്ങനെ കത്തിക്കും. അപ്പം അങ്ങനെ
അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.